ഇന്ന് രാവിലെ വളരെ ക്ഷീണത്തോട് കൂടിയിട്ടാണ് കേട്ടോ എഴുന്നേറ്റ് വന്നത്. അങ്ങനെ ബ്രഷൊക്കെ ചെയ്ത് വേഗം തന്നെ പത്തിരി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ വേഗം തന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അപ്പോൾ പത്തിരി പിന്നെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് പത്തിരി തന്നെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ പത്തിരിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കൈ കൊണ്ട് പരത്തിയിട്ടാണ് ഈ പത്തിരി. അപ്പോൾ അങ്ങനെ ശ്രീമോളും അച്ഛനും ഇപ്പം ശ്രീമോൾ ചൂടുകൊണ്ട് ഏത് സമയവും ഫാനിൻ്റെ ചോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കിടന്ന് കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ അപ്പോഴേക്ക് പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. വേഗം കുളിച്ച് കഴിഞ്ഞാൽ അത്രയും ക്ഷീണം മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഗീ റൈസും ചിക്കൻ കറിയും അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടു തന്നാണ്. ഉച്ചയ്ക്ക് ഇതായിരുന്നു ഫുഡ്. അങ്ങനെ ഞാനും ശ്രീമോളും കുറേ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ കഴിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഫാൻ വെച്ചിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയാണ് ഫാൻ ഉള്ളത്. പിന്നെ അപ്പോൾ ഇവിടെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ കഴിക്കാറ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നല്ല വെയിലുണ്ടല്ലോ, അപ്പോൾ ഗോതമ്പ് ഉണ്ടായിരുന്നു ഉണക്കാൻ വെച്ചത്. അപ്പോൾ അതൊന്ന് മുറത്തിലിട്ടൊക്കെ ഒന്ന് ചേറി എടുത്തിട്ടുണ്ട്. അപ്പോൾ വെറുതെ കളയണ്ടല്ലോ, നമുക്കിത് അംഗനവാടിയിൽ നിന്ന് കിട്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ അംഗനവാടിയിൽ നിന്ന് ഇപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കവറിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ മുൻപ് വാങ്ങിയൊരു പാത്രമാണ് ഇത്, ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ പുതിയ വീട്ടിലെത്തിയാൽ പിന്നെ നമുക്ക് ഓരോ പാത്രങ്ങൾ ഇങ്ങനെ എടുത്ത് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇതിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് രാവിലത്തെ കുറച്ച് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏതായാലും എന്നാൽ പത്തിരി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി അപ്പം കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന്. മസാല കൊഴുക്കട്ട നല്ല ടേസ്റ്റാണ്. അപ്പം ശ്രീമോക്കൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഉണ്ടകളൊക്കെ ആക്കിയിട്ട് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചൊരു പണി എടുക്കണം കേട്ടോ, എന്നാലും ആക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഉള്ളിയൊക്കെ മൂപ്പിച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അതിലേക്ക് കൊഴുക്കട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തേങ്ങേൻ്റെ ഒരു കൂട്ട് വേണം ഇതിലേക്ക്. തേങ്ങയും ചുവന്നയും പച്ചമുളകും പെരിഞ്ചീരകവും കൂടെ ഇട്ടിട്ട് അരച്ചെടുക്കുക. അത് അരയ്ക്കാൻ മീൻസ് ഒന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ കറിവേപ്പിലയും കൂടി ഇടുക. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം വീടിൻ്റെ അടുത്തുള്ള കുട്ടികളും ഉണ്ട്, ഞാനും ശ്രീമോളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ചായ കുടിക്കുകയാണ്. ചായയൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ട് കുടിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ നല്ല രസമല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ രാത്രി ഇനിയിപ്പോൾ കുറച്ച് അരി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു വെള്ളയപ്പത്തിന് അരയ്ക്കാൻ വേണ്ടിയിട്ട് രാവിലത്തേക്ക്. അപ്പോൾ അത് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ രാത്രിത്തെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാമല്ലോ. അപ്പം ഞാൻ ഒരേ നിപ്പ് തന്നെ അങ്ങനെ എല്ലാ പണികളൊന്നും ചെയ്യൂല കേട്ടോ. അങ്ങനെ ഓരോന്ന് കഴിഞ്ഞ് റെസ്റ്റ് എടുത്തുകൊണ്ട് തന്നെയാണ് പണികളൊക്കെ ചെയ്യാറ്. അപ്പോൾ ഞാൻ വേഗം തന്നെ ഇത് അരച്ച് പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് സംസാരിക്കാനും ഒക്കെ, എന്നാലും വീഡിയോ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ പിന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് പ്രശ്നം. സംസാരിക്കാനൊക്കെ ആ ഒരു ഇത് നമ്മളെ വോയിസിൽ കാണിക്കല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ മാവൊക്കെ അരച്ച് വെച്ച് അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ നല്ല അടിപൊളി വെള്ളയപ്പമായിരുന്നു കേട്ടോ. പുതിയ പാത്രം കിട്ടിയതുകൊണ്ട് പുതിയ പാത്രത്തിൽ തന്നെയാണ് വെള്ളയപ്പത്തിൻ്റെ അപ്പം ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ മാവൊക്കെ അരച്ചെടുത്ത് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ വീഡിയോ പുതിയതായിട്ട് ആരെയും കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടോടുകൂടി മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ മാവൊക്കെ റെഡിയാക്കി ഒരു സൈഡിലേക്ക് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെടുത്ത പാത്രങ്ങളൊക്കെ അതേപോലെ തന്നെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് ഓപ്പൺ കിച്ചണാണ്. അപ്പോൾ അപ്പം തന്നെ ക്ലീൻ ആക്കിയിടാൻ വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.